ഭരണകൂടത്തെ കുലുക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഈ നിയമചങ്ങല നമ്മൾ പൊട്ടിച്ചെറിയുക തന്നെ ചെയ്യുമെന്ന്. നിർത്തൂ കിടപ്പാട ജപ്തി എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മളുടെ ആജ്ഞയായി മാറേണ്ടതുണ്ട്. പാർലമെന്റിൽ ചെങ്കോലും സവർക്കറും പൂജാരിയായ ഒരു പ്രധാനമന്ത്രിയും 1 മണിക്കൂറിൽ 3 നിയമങ്ങൾ ചർച്ച പോലും കൂടാതെ ചൂടപ്പം പോലെ ചുട്ടെടുക്കുന്ന നമ്മളുടെ ജനാധിപത്യ പരമാധികാര മതേതരത്വ സോഷ്യലിസ്റ്റ് പട്ടിണി റിപ്പബ്ലിക്കിലെ പാർലമെന്റിനോട് നമ്മൾ പറയുന്നു, നിർത്തൂ കിടപ്പാട ജപ്തി എന്ന്. കടം പിടിച്ചെടുത്ത് ലേലത്തിൽ വിൽക്കുന്ന 19 വർഷമായി എറണാകുളം ജില്ലയിൽ ലക്ഷദ്വീപിലും കാസർഗോഡും തിരുവനന്തപുരത്തുമുള്ള കടത്തിൽ വീണ പാവങ്ങളുടെ ആസ്തികൾ പിടിച്ചെടുത്ത് ചുള്ളിവിലക്ക് ലേലത്തിൽ വിൽക്കുന്ന, അമിത ലാഭം കൊയ്യുന്ന ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റുകാരുടെ പറുദീസയായിട്ടുള്ള, അതിന്റെ താവളമായിട്ടുള്ള കടം പിടുങ്ങുന്ന കച്ചേരി, കടം പിടിച്ചെടുക്കുന്ന കച്ചേരി, അല്ലെങ്കിൽ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന പേരില് ആഗോള താല്പര്യങ്ങൾക്കനുസരിച്ച് പുതിയ വാക്കുകൾ വരിക. അങ്ങനെ ഹൈക്കോടതി ജഡ്ജിമാര് വരെ ലേലത്തിൽ പങ്കെടുക്കുന്ന ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിനോട് നമ്മൾ പറയുന്നു, നിർത്തൂ കിടപ്പാട ജപ്തി എന്ന്. മാത്രമല്ല, ഭരണഘടന തന്നെ നമുക്ക് ഉറപ്പു തരുന്ന 4 ജനാധിപത്യ സ്തംഭങ്ങളിൽ സ്വതന്ത്രമായി നിൽക്കേണ്ട നീതിന്യായ സംവിധാനമായ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ ഏറ്റവും അപഹാസ്യമായ തരത്തില് ഒരു ബാങ്കുകളുടെ റിക്കവറി ഏജന്റാക്കി മാറ്റിയിരിക്കുക. അത്തരം ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് നാളെ ജനങ്ങള് കിടപ്പാടത്തിനായി ചാടി വീണ് സമരം ചെയ്യുന്നതിന്റെ നാന്ദിയായി അവരോട് ഞങ്ങൾ പറയുന്നു, കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യുന്നത് നിർത്തൂ എന്ന്. നമുക്കറിയാം, ഇതാണ് ജനാധിപത്യം. ഞാൻ നോട്ടീസ് കൊടുത്തു കൊടുക്കാം. നോട്ടീസ് കൊടുത്തു ഓടിച്ചു കൊടുക്ക് അശോചേട്ടാ. വണ്ടി നോക്കി പോട്ടെ, വണ്ടി നോക്കി പോ. ജനാധിപത്യമാണ്. ജനാധിപത്യത്തിന്റെ ജനാധിപത്യമാണ്. ഈ ജനാധിപത്യം തന്നെയാണ് 22 വർഷം മുമ്പ് ഏറ്റവും ദരിദ്രരായ ജനങ്ങളുടെ ഉള്ളതുകൂടി പറിച്ചെടുത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാനുള്ള നിയമനിർമ്മാണം നടത്തിയത്. അത് വാജ്പേയി സർക്കാർ മാത്രമല്ല, മൻമോഹൻ സിംഗും ചിദംബരം ചെട്ടിയാറും അടക്കമുള്ള ആളുകളാണ് പ്രിയമുള്ളവരെ നമുക്ക് മേലെ ഇത് കെട്ടിയേൽപ്പിച്ചത്. എന്നിട്ട് നമ്മളെ രാജാവായി വെക്കുന്ന ഒരു സുദിനത്തിലൂടെ കറുത്ത മഷി നമ്മുടെ ചൂണ്ടുവിരൽ പെട്ടിക്കൊണ്ട് പുതിയൊരു ജനാധിപത്യത്തെ പറ്റി
പ്രഖ്യാപിക്കുക. നമുക്കറിയാം 3 മാസങ്ങൾക്ക് മുമ്പ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ പറയുന്ന നിയമം റദ്ദാക്കണമെന്ന് പറഞ്ഞ് കത്തുകൾ കൊടുത്തിട്ടുള്ള സീതാറാം യെച്ചൂരി മുതൽ ഡി രാജു മുതൽ രാഹുൽ ഗാന്ധി മുതൽ ഖാർഗെ വരെയുള്ള എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും നമ്മൾ കൊടുത്തിട്ട് നാളിതുവരെ സർഫാസി നിയമം റദ്ദാക്കുമെന്നൊരു നിലപാടെടുക്കാനായിട്ട് ഒരു രാഷ്ട്രീയ കർഷകരും തയ്യാറായില്ല എന്ന് വരുന്നത് ഏറ്റവും ദരിദ്രരായ മനുഷ്യരെ, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ എപ്രകാരമാണ് ഇതുപോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. നമുക്കറിയാം ഇവിടെ ഒരു സാമുദായിക വർഗീയ കടിപിടിയാണ് നടക്കുന്നത്. രക്ഷപ്പെടുന്നത് കോർപ്പറേറ്റുകളാണ്. ട്രാൻസ്നാഷണലിസത്തിന്റെ ആഗോളവൽക്കരണത്തിന്റെ കൊലപ്പിടിയിലേക്ക് ജനങ്ങളെ വെച്ചുകൊടുത്തുകൊണ്ട് നടത്തുന്ന ഈ പണാധിപത്യ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് യാതൊരു പങ്കുമില്ലെന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് ഈ സമരം തെളിയിക്കുന്നത്. പക്ഷേ നമ്മൾ ഭ്രാന്തവൽക്കരിക്കപ്പെടുക. നമ്മളെപ്പറ്റി സംസാരിക്കുന്നതിനാരും തയ്യാറാണ്. ഞാൻ പറഞ്ഞത് നിർത്തു കിടപ്പാട ജപ്തി എന്ന് പറയുന്ന ഈ സമരം ഒരു തുടക്കമായിരിക്കണമെന്നാണ്. ആസ്തി പുനർനിർമ്മാണ കമ്പനികളാണ് പ്രിയമുള്ളവര് സർഫാസി നിയമത്തിന്റെ 1ാം പാഠത്തിൽ നമ്മളോട് പറയുന്നത്. എന്താണത്? ആസ്തി പുനർനിർമ്മാണ കമ്പനികൾ എന്ന് പറയുന്നത് അനിൽ അംബാനി എന്ന് 1.25 ലക്ഷം കോടിയുടെ കിട്ടാക്കടം വരുത്തിയ കോർപ്പറേറ്റിന് പോലും 2 കോടി രൂപ മുതൽ മുടക്കിയിട്ട് കടത്തിൽ വീണ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ കടങ്ങൾ മൊത്തക്കച്ചവടം നടത്തി മേടിക്കാമെന്നാണ്. അപ്പൊ അതിദരിദ്രനായ താത്പരായ മനുഷ്യൻ എപ്രകാരമാണ് തന്റെ റിലയൻസ് ആസ്തി പുനർനിർമ്മാണ കമ്പനി റിലയൻസ് ആർച്ച് നടത്തുന്നത്? ഒരു തർക്കവും വേണ്ട. ഗ്ലോബലായിട്ടുള്ള ആഗോളതലത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് തമ്പ്രാക്കന്മാരുടെ അവരുമായി ടൈപ്പ് നടത്തിക്കൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ രാജ്യദ്രോഹം ഉള്ളടക്കമുള്ള ഈ നിയമത്തിലുള്ള ARC എന്ന് പറയുന്ന സംഭവം നടന്നുകൊണ്ടിരിക്കും. ആസ്തി പുനർനിർമ്മാണ കമ്പനികള് ഏറ്റവും ദരിദ്രനായ അവരുടെ ആസ്തികൾ പിടിച്ചെടുക്കണം. എന്താ പറയുന്നത്? ദരിദ്രനായ നിന്റെ കയ്യില് ഈ നിഷ്ക്രിയ ആസ്തി ഇരുന്നിട്ട് കാര്യമില്ല. അത് സമ്പന്നനായ കോർപ്പറേറ്റായ അനിൽ അംബാനിക്കും അദാനിക്കും കൊടുത്തു. അവർ രാജ്യത്തിന് വേണ്ടി അവർ പുനഃസൃഷ്ടിക്കുമെന്ന എന്തുമാത്രം വഞ്ചന! നമ്മുടെ മുഖത്തേൽക്കുന്ന അടിക്കെതിരെ പ്രതികരിക്കാൻ നമ്മൾക്ക് എന്തുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പ്രശ്നപരിഹാരത്തിന്റെ തലത്തിലല്ല ഇത് ഉയർത്തുന്നത്. ആത്മഹത്യകളല്ല നമ്മൾക്ക് പരിഹാരം. സംഘടിതമായ ചെറുത്തുനിൽപ്പുകളാണ്. സംഘടനയാണ് വലുത്. ആ സംഘടനയെ വളർത്തു. ആ സംഘടനയെ വളർത്തിക്കൊണ്ട് ഈ സമരത്തിനെതിരെ തിരിച്ചടിക്കുമ്പോഴാണ് നമുക്കൊരു ചെറിയ യഥാർത്ഥത്തിലൊരു പ്രസ്ഥാനമായി ഒരു പീപ്പിൾസ് മൂവ്മെന്റ് ആയിട്ട് നമുക്കിത് വളർത്താനാവും. അതുകൊണ്ട് നിർത്തു കിടപ്പാട ജപ്തി എന്ന് പറയുന്ന പ്രതിഷേധ റാലി ഇവിടെ കൊണ്ട് അവസാനിക്കും. ഇത് കൂടുതൽ കരുത്തോടെ ഇപ്പൊ മലപ്പുറത്തിന്റെ കേരളത്തെ തന്നെ വെള്ളക്കാരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട രാഷ്ട്രീയ പാരമ്പര്യം മലപ്പുറത്തും വയനാടും, പഴശ്ശിയുടെ പാരമ്പര്യമുള്ള വയനാട് മുതൽ ഇത് ഇന്ന് തട്ടിപ്പടർന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ പടർത്തിവിടണം. കാരണം കരിയില പോലെ കാറ്റിയെറിഞ്ഞ മനുഷ്യരും മനുഷ്യ ശരീരങ്ങളും കിടപ്പാടങ്ങളുമാണ് പ്രിയമുള്ളവരെ നാട് മുഴുവനുള്ളത്. ഇത് കത്തും, ആളിക്കത്തും. അങ്ങനെ കത്തിക്കാൻ ഓരോ മനുഷ്യരും അവരുടെ ചോരയും നീരും ജീവനും കൊടുത്ത് ഇത് കെട്ടിപ്പൊടുക്കുക. അപ്പോൾ മാത്രമാണ് ഈ രാഷ്ട്രീയ തമ്പ്രാക്കന്മാർക്കാര് ശരിയായ ഒരു പ്രതിരോധ നിര നമുക്ക് വാർത്തെടുക്കാനാവുക. അതിനെ എല്ലാവരെയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ വിശദമായി ഇതിനെ സംസാരിക്കുന്ന ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ കാര്യങ്ങൾ സ്പർശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചത്. മറ്റു കാര്യങ്ങൾ മറ്റുള്ളവർ സംസാരിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാ ആളുകൾക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ 8 മാസത്തോളം 4 ലക്ഷത്തോളം കർഷകർ ആത്മഹത്യ ചെയ്ത ഇന്ത്യയിലെ കാർഷിക മണ്ണിൽ നിന്ന് കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുന്ന തലയോടുകളുമായി ഡൽഹിയിൽ പോയി 8 മാസം സമരം ചെയ്യുകയും എലിയെ തിന്നുകൊണ്ടും മലം വരെ തിന്നുകൊണ്ടും നഗ്നരായി അവിടെ മോദിക്ക് മുമ്പില് ഉരുണ്ടുകൊണ്ടും
വലിയ രീതിയിൽ സമരം നടത്തുകയും ഒടുവിൽ മോദി മത്സരിക്കുമ്പോൾ 111 സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അതിനെ എതിരിടുകയും ചെയ്ത ധീരനായ ഒരു പോരാളിയാണ് നമുക്ക് മുമ്പിലുള്ളത്. അത് ചെറിയൊരു കാര്യമല്ല. അവർ തരുന്ന കരുത്ത് ചെറുതല്ല. പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ കരുത്ത് അതും ചെറുതല്ല. ദ്രാവിഡീയമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ നമ്മള് ഒരു സംഗീതം പോലെ അപരന് വേണ്ടി സംഗീതം പോലെ കേൾക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് അയ്യാക്കണ്ണനും അദ്ദേഹത്തിന്റെ സുഹൃത്തായി ഇവിടെ എത്തിയ സുപ്രീം കോടതിയിലെ അഭിഭാഷകനുമായ മുത്തുകൃഷ്ണനും ഞാൻ ആദ്യമായി സ്വാഗതം. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമുക്കറിയാം കാലങ്ങളായിട്ട് പോരാട്ടത്തിന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിയോജനത്തിന് വേണ്ടിയിട്ട് നിരവധി തവണ അധികാരങ്ങൾ ജനങ്ങൾക്ക് എപ്പോഴൊരു ചോദ്യചിഹ്നമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരൻ വക്കീലാണ് നമ്മളുടെ ചെയർപേഴ്സൺ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് സംഘടനയുടെ പേരിൽ എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ജയദേവിക എന്നിവിടെ എത്തില്ല. അവരുടെ സീനിയർ ആയിട്ടുള്ള ആൾ ലീവ് എടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്ന അവരൊരു സന്ദേശം നമുക്ക് അയച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് തിരുമേനിയും ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഗാനിലേക്ക് പോയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ പറ്റില്ല. തുടർന്നുള്ള സമരങ്ങളില് കേരളത്തിന്റെ തിരുമേനി സ്വഭാവമില്ലാതെ അങ്കവടി ഉപേക്ഷിച്ചിട്ടുള്ള ആളുകള് അവര് ഈ സമരത്തോടൊപ്പം നിൽക്കുന്നതാണ്. ടൂറിലോസ് അദ്ദേഹത്തിന് ബിഷപ്പ് സ്ഥാനമൊക്കെ വിട്ട് ഒരാശ്രമത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിനും ജയദേവിക്കും സ്വാഗതം പറയുന്നു. കെ സഹദേവൻ, ടി ആർ നീലകണ്ഠൻ, നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണാനന്ദൻ സാരഥി, അതുപോലെ തന്നെ എനിക്ക് ഏറെ പരിചയപ്പെടുത്താനുള്ള ഒന്നാണ് സംസ്ഥാന ചെയർപേഴ്സൺ രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ നോട്ടീസിൽ നിർഭാഗ്യവശാൽ പേര് വരാതിരുന്നതാണ്. അദ്ദേഹവും ഇവിടെ സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. കണ്ണൂരുള്ള ഏതാണ്ട് 12ഓളം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന രാഷ്ട്രീയ കിസാൻ സംഘിന്റെ സംസ്ഥാന ചെയർമാൻ ബിനോയ് തോമസിന് പ്രത്യേകം ഞാൻ സ്വാഗതം. ഡോക്ടർ പി ജി ഹരി, നമുക്കറിയാം വയനാട്ടിലെ ഏറ്റവും മർദ്ദിതരായ ജനങ്ങളോടൊപ്പം നിൽക്കുകയും നമുക്ക് കാണാനെത്താത്ത വിധത്തിലുള്ള പുതിയ തരത്തിലുള്ള വിഷയങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഡോക്ടർ പി ജി ഹരി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് നമ്മളെ സ്വാഗതം. പ്രേം ബാബു, സി കെ ഗോപാലൻ, വയനാടിന്റെ വിസിലുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നു. സി പി നഹാസ്, നിലമ്പൂർ സമരം കഴിഞ്ഞ് ഉജ്ജ്വലമായ ഒരു സമരം മാത്രമല്ല വരിക. പ്രീതാ ഷാജിയുടെ സമരത്തിന് 1 മാസം ജയിലിൽ കിടന്ന ആളുകൂടിയാണ് സമരം ചെയ്ത സർഫാസി നിയമത്തിന് വേണ്ടി ഉജ്ജ്വലമായ സമരം ചെയ്തു. ഹൈക്കോടതി തെരുവിലിറക്കാൻ പറഞ്ഞിട്ട് 500 ചില്ലാനം പോലീസുകാരെ അകറ്റി നിർത്തിക്കൊണ്ട് ആ വീട് തിരിച്ചു പിടിച്ചു കൊടുത്ത നഹാസ് അടക്കമുള്ള യുവ പോരാളികൾ. നഹാസിന് പ്രത്യേകം സ്വാഗതം പറയും. അതുപോലെ ഷാജഹാൻ അബ്ദുൽ ഖാദർ, എ ടി ബൈജു ഇവിടെ ഇപ്പോ അടുത്ത വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറയാണ്. റിജാസും അതിന്റെ കൂടെ എത്തും. റിജാസിനും സ്വാഗതം പറയുന്നു. ഇവിടെ വന്നിട്ടുള്ള ആരും വലിപ്പ ചെറുപ്പത്തിൽ ആരും വലുതല്ല, ആരും ചെറുതുമല്ല. നമ്മളൊക്കെയാണ് സമൂഹത്തിന്റെ നേതൃത്വമായി മാറേണ്ടത്. നമ്മൾ ആരുടെയെങ്കിലും അനുയായികളായോ അല്ലെങ്കിൽ മുദ്രാക്കം വിളിക്കുന്ന ആളുകളായോ അല്ല മാറേണ്ടത്. നമ്മളെല്ലാം ചെയ്യുന്ന പ്രവർത്തികള് ഒന്ന് നമ്മൾ അറിയണം. ഏതാണ്ട് 10 ലക്ഷത്തോളം കുടുംബങ്ങൾ കിടപ്പാടം ജപ്തി ചെയ്യപ്പെടാതെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ചെറിയ പ്രസ്ഥാനത്തിന്റെ വേറെയുള്ള നിരന്തരമായ പ്രക്ഷോഭണത്തിലൂടെയാണ്. ആ പ്രക്ഷോഭണം വലിയ സമ്പന്നന്മാരുടെ പ്രക്ഷോഭണമല്ല പ്രിയമുള്ളവരെ. മുറ്റമടിച്ച പൈസ വെച്ച് സമരപ്പന്തലിൽ വരുന്ന ഏറ്റവും സാധാരണപ്പെട്ടവരുടെ സമരമാണ്. അതുകൊണ്ടാണ് ആ നീലയോടൊപ്പം ആ ചുമപ്പ് നിറം നമ്മുടെ കൊടിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പതാകയെ മുൻനിർത്തി നമ്മുടെ സഖാക്കൾ വരുന്നുണ്ട്. നിർഭാഗ്യവശാൽ അവർക്ക് ആ സമരത്തിൽ പങ്കുചേരാനായിട്ട് എറണാകുളം ജില്ലയിലെ തീര ഉജ്ജ്വലരായ സഖാക്കളാണ് അവിടെ. ഫോട്ടോ എടുത്തോട്ടെ. റിസർവ് ബാങ്കിന്റെ മുമ്പിൽ നിന്നും ആരംഭിച്ച ചരിത്ര പ്രസിദ്ധമായ ഈ റാലി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രമായ
എന്ന് വിമർശിക്കപ്പെടുന്ന സെക്രട്ടേറിയറ്റ് മുമ്പിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഫോട്ടോ എടുത്തോട്ടെ. കഴിഞ്ഞ വട്ടം 67 വർഷം മുമ്പ് അന്നും ഈ സെക്രട്ടേറിയറ്റ് ഇവിടെ ഉണ്ട്. 67 വർഷം മുമ്പ് അധികാരമേറ്റ സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിലെ ഐക്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രാതിനിധ്യമുള്ള ജനാധിപത്യ സംവിധാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ആദ്യമായി ഒപ്പുവെച്ചത് കുടികിടപ്പ് താമസിക്കുന്ന അല്ലെ കുടിയിരിപ്പിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിലാണ്. ഒപ്പുവെച്ചുകൊണ്ടാണ് സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് 1957 ഇടതുപക്ഷം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന് മുൻകൈ കൊടുത്തുകൊണ്ട് ഭരണസാരഥ്യം ഏറ്റെടുത്തത്. ആ 67 വർഷം പിന്നിടുമ്പോൾ ഇപ്പോൾ അതേ സർക്കാരിന്റെ അല്ലെങ്കിൽ അതേ രാഷ്ട്രീയ പാർട്ടിയുടെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻതലമുറക്കാരൻ സഖാവ് പിണറായി വിജയൻ സർവ അധികാരങ്ങളോടും കൂടി ഇവിടെ വാണരുളുന്ന സമയത്ത് കേരളത്തിലെ കുടിയിറക്കപ്പെടുന്ന സ്വാഗത പ്രാസിക്യൂഷൻ അഡ്വക്കേറ്റ് PJ മാനുവൽ പറഞ്ഞ മാണി പറഞ്ഞ 10 ലക്ഷത്തോളം ജനങ്ങൾ ആലോചിച്ചു നോക്കണം. അവര് ഉന്നതരല്ല, സാധാരണക്കാരല്ല, ഏറ്റവും കൂടുതൽ ദളിതരും ആദിവാസികളും ഉൾപ്പെടുന്ന 10 ലക്ഷം പേർ 5 സെന്റും 3 സെന്റിലും അധിവസിക്കുന്നവരെ അവരെ കുടികിടപ്പിൽ അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്നും കഴുത്തിന് പിടിച്ച് പുറന്തള്ളുവാൻ ഒരു നിയമത്തിന്റെ പിൻബലത്തോടുകൂടി കേരളത്തിലെ പോലീസും റവന്യൂ റിക്കവറി ഡിപ്പാർട്ട്മെന്റും അതേപോലെ DRT ഉദ്യോഗസ്ഥന്മാരും കാക്കി ധരിച്ച മറ്റുള്ളവരും മുന്നോട്ട് വന്നിരിക്കുന്ന ഈ വർത്തമാന കാലത്ത് ആലോചിച്ചു നോക്കണം. 67 വർഷം പിന്നിട്ടപ്പോൾ കേരളം നമ്പർ 1 എന്ന് പറയുന്നു. കേരളം മുന്നോട്ട്, എല്ലാത്തിനും മുന്നോട്ട് എന്ന് പറയുമ്പോൾ, അവകാശപ്പെടുമ്പോൾ 10 ലക്ഷം പേർ ഇതേപോലെ 3 സെന്റിലും 5 സെന്റിലും അധിവസിക്കുന്നവർ കുടുംബസഹിതം, പ്രീത ഷാജി ഇവിടെ ഉണ്ട്, ഒരു ഇരയാണ്, അതിജീവതയാണ്. അങ്ങനെയുള്ളവരെ തെരുവിലേക്ക് എറിയുവാൻ ഭരണകൂടം കൂട്ടുനിൽക്കുന്ന അതിന് 2002 22 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ പിൻബലത്തോടുകൂടി അവരെ പറിച്ചു നടുമ്പോൾ, പറിച്ച് തെരുവിലേക്ക് എറിയുമ്പോൾ നിർനിമേഷരായി നോക്കി നിൽക്കുവാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഇന്ന് പോലീസ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ തട്ടിയിരിക്കുന്നത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത 57 മന്ത്രിസഭയ്ക്ക് ആദ്യമായി ഓർഡിനൻസിൽ കുടിയിരിപ്പ് നിന്ന് എറിയപ്പെടുന്ന ജന്മിമാർ വിചാരിച്ചാൽ അന്ന് കുടികിടപ്പ് അല്ലെങ്കിൽ കുടിയിരിപ്പ് താമസിക്കുന്ന 10 സെന്റ് പഞ്ചായത്തുകളിലും അതേപോലെ 3 സെന്റ് 2 സെന്റിലൊക്കെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനും അധിവസിക്കുന്നവരെ പിടിച്ച് പുറത്തിറക്കുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇന്ന് 67 വർഷം പിന്നിടുമ്പോഴും അതേ പ്രക്രിയ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിവേദനം കൊടുത്തു അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ കൊടുത്തു. നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണം. പന്നിയൻ രവീന്ദ്രനോട് നമ്മൾ ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിന്റെ പാർട്ടിയോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവർക്ക് പോലും അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നീ ഗോവിന്ദന് പോലും ഒരു നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം അവർക്കെല്ലാം ഇപ്പോൾ താല്പര്യങ്ങൾ വേറെയാണ്. അവരെല്ലാം ഇന്ന് ഈ പറയുന്ന പാവപ്പെട്ടവരുടെ, അടിച്ചമർത്തപ്പെടുന്നവരുടെ അല്ലെങ്കിൽ അതേപോലെയുള്ള അവശരുടെ കൂടെ അല്ല. ഇന്ന് അവർ അഡാനിക്കും അംബാനിക്കും അതേപോലെ വിജയ മല്യയ്ക്കും നീരവ് മോഡിക്കും ലളിത് മോഡി ഉൾപ്പെടെയുള്ളവർക്ക് പാദസേവ ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള സത്യമാണ്
നമ്മളെ ഇപ്പോൾ ഈ 67 വർഷം കഴിഞ്ഞപ്പോൾ ഈ സെക്രട്ടറിയുടെ മുമ്പിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുടികിടപ്പ് അവകാശം അല്ലെങ്കിൽ കുടിയിരിപ്പിൽ താമസിക്കുന്നവരെ പുറത്താക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. ഈ ചുട്ടുപൊള്ളുന്ന ഈ സമയത്തും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വയനാട് മുതൽ ഇവിടെ നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാര്യത്തിൽ ഭരണകൂടം, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരെ ജനപ്രതിനിധികളാകാൻ വേണ്ടി പാർലമെന്റിൽ ഇടിമുഴക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന നമ്മുടെ കഥാപുരുഷന്മാർ അവർ അവിടെ ഇടിനാഥ് മുഴക്കുന്നൊക്കെ പറയുന്നു. അവരോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് കേരളമാണ്, ഇത് ഭാരതമാണ്. ഈ 67 വർഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം പിന്നിട്ടിട്ടും ഈ രൂപത്തിലുള്ള ദുരവസ്ഥ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, എക്സിക്യൂട്ടീവുകൾക്ക് അല്ലെങ്കിൽ ഇതേമാതിരി ഭരണം നടത്തുന്നവർക്ക്, ഭരണകർത്താക്കൾക്ക് ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ജനങ്ങളോടൊപ്പമല്ല, ഇവിടുത്തെ മുതലാളിമാരോടൊപ്പമാണ് അല്ലെങ്കിൽ അതേമാതിരിയുള്ള കുബേരന്മാരോടൊപ്പമാണ് എന്നുള്ള തെളിവായിട്ട് മാത്രമേ നമുക്ക് ഈ സർഫാസി നിയമത്തെ കാണുവാൻ സാധിക്കൂ. ഇവിടെ ഈ റാലി, ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ നേരത്തെ ഇവിടെ ആനുവൽ സൂചിപ്പിച്ചതുപോലെ കർഷകരുടെ ഒപ്പം നിന്നുകൊണ്ട് വളരെ കാലമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ അയ്യക്കണ്ണാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് മുത്തുകൃഷ്ണൻ, ഒരു ടീം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഈ മർദ്ദിതർക്ക് ഇതേപോലെ ഇത്തരം ഭരണകൂടത്തിന്റെയും അതേപോലെ ഉദ്യോഗസ്ഥ മേധാവികളുടെയും മനുഷ്യത്വരഹിതമായ പീഡനമുറകളെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ 11 വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടന എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഈ സമ്മേളനം ഔപചാരികമായി കൂട്ടായ്മ, ഈ പ്രതിഷേധ റാലി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അകക്കണ്ണു തുറപ്പിക്കുവാൻ പിണറായി വിജയന്റെയും ഇടതുപക്ഷ പാർട്ടിയുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും അകക്കണ്ണു തുറപ്പിക്കുവാൻ അടിയന്തരമായി കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് 1957 എം ശങ്കർ നമ്പൂരിപ്പാട് ഒപ്പിട്ടതുപോലെ ഈ കേരളത്തിൽ നമ്പർ 1 കേരളത്തിൽ ഒരൊറ്റാളെ പോലും കുടിയൊഴിപ്പിക്കുകയില്ല എന്നുള്ള ഒരു ഓർഡിനൻസിൽ സഖാവ് പിണറായി വിജയൻ ഒപ്പിടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അയ്യക്കണ്ണനെ ഞാൻ ആദരിച്ചു. என் உயிரிலும் மேலான நண்பர்களே, பெண்மணிகளே, உங்களுக்கு தமிழ் கொஞ்சம் கொஞ்சம் தெரியும்னா தமிழ்ல பேசுறேன், இல்ல இங்கிலீஷ்ல பேசணும்னா இங்கிலீஷ்ல பேசுறேன். தேங்க்யூ. இந்திய அரசியலமைப்பு சட்டம் என்ன சொல்றதுன்னா, கொலை பண்ணா கூட இந்த கொலைகாரனை விசாரிச்சு தான் தண்டனை கொடுக்கணும்னு சொல்லுங்க. கொலை கேஸ்ல கூட கொலை கேஸ். ஆனா இந்த சர்ஃபேசி ஆக்ட் அது என்ன சொல்றது, சர்ஃபேசி ஆக்ட் இப்ப வந்திருக்கிறதுல விசாரிக்காமலே எல்லாம் பண்ண சொல்றாங்க. இப்போ ஒருத்தன் கடன் வாங்கி அந்த கடனை கட்டலைன்னா சிவில் கோர்ட்டுக்கு போனா குறைஞ்சது 3 வருஷம் ஆகுது. இப்ப அதெல்லாம் ஒண்ணுமே இல்லாம 5 லட்சம் கடன் வாங்கினா 25 லட்சம் கட்டணும் சொன்னாங்க. அந்த 25 லட்சத்தையும் உடனே இல்ல, அது மேல நம்ம அப்பீல் ஏதாவது போகணும்னா நம்ம சொல்றதுக்கு மேல டிஆர்டிஏன்னு ஒண்ணு இருக்கு, டெப்ட் ரெக்கவரி ட்ரிபியூனல் இருக்கு, அங்க போகணும். அங்க போனா 25 பாதி 12 பாதி 6 லட்சம் கட்ட சொல்லுவான். வாங்கின கடனே 5 லட்சம், அதுல நம்ம கட்டி இருக்கிறதே ஒரு 5 லட்சம் கட்டியிருப்போம், மீதி 6 கட்ட சொல்லுவான். அங்க அப்படி கொடுக்கறதுக்கு அதான் சர்ஃபேசி ஆக்ட் கொடுமை. ஜனநாயக நாடு சுதந்திரம் அடைந்து
சுதந்திர இந்தியாவில வாழ்றோம் நமக்கு பேர் தானே ஒழிய கிட்டத்தட்ட நம்ம ஸ்லேவ்ஸ் மாதிரி அடிமை மாதிரி தான் நம்ம இருக்கோம். இதை மீட்டெடுப்பதற்காக நம்ம அட்வொகேட் மேனூல் ஐயா மௌரி ஐயா ஒரு முயற்சி எடுத்திருக்காங்கிறது பெரிய விஷயம் தான். அது அரசியல்வாதி எல்லாம் இந்த முயற்சியை எடுக்கவே மாட்டாங்க. அவங்களுக்கு வேண்டியது பவர், அவங்களுக்கு வேண்டியது பணம் தான். ஐயா செஞ்ச இந்த சர்வேஸ் ஆக்டையும் ஆர்பிட்ரேஷன் ஆக்டையும் சுத்தமா ரிமூவ் பண்றதுக்கு நாங்க ஐயா கூட அட்வொகேட் ஐயா கூடயும் நம்ம ஐயா கூட சேர்ந்து நாங்க மறுபடியும் நாளைக்கு மெட்ராஸ்ல செக்ரட்டரியேட் முன்னாடி இருக்க ரிசர்வ் பேங்க் முன்னாடி ஆர்ப்பாட்டம் வச்சிருக்கேன். நாளைக்கு மெட்ராஸ்ல ரிசர்வ் பேங்க் செக்ரட்டரியேட் எப்படி செக்ரட்டரியேட் பண்ணி வச்சிருக்கீங்களோ செக்ரட்டரியேட் ஒரு 3 அடி தள்ளி ரிசர்வ் பேங்க் ஆஃப் இந்தியா ஆபீஸ் இருக்கு மெட்ராஸ்ல. நாளைக்கு ஆர்ப்பாட்டம் அங்க. அதுக்கப்புறம் 24ஆம் தேதி டெல்லிக்கு போறோம். டெல்லியில இந்த சர்ஃபேஸ் ஆக்ட் எடுக்கிறவர்களையும் காத்திருப்பு போராட்டம் நடத்தலாம் என்ற ஒரு முடிவை கூட எடுத்துட்டு இருக்கோம். ஐயா அட்வொகேட் ஐயா நம்ம பிஜுன்னு ஒரு இருக்காரு, ஒரு விவசாய சங்க தலைவர். அவர் நம்ம அட்வொகேட் ஐயா மேனர் சொன்னாரு, இங்க பார்த்தா இவ்வளவு பிரமாதமா ஐயா பண்ணிருக்காங்க, ரொம்ப பெரிய விஷயம். பிஜு ஹாஸ்பிட்டல்ஸ் வரல இருந்தா கூட அவர் சொன்னாரு, அரசியல்வாதி காசை கொடுத்து ஆளை கொண்டு வந்துருக்கோம், நம்ம வர்றதுதான் பெரிய. அதனால இந்த பிஜு இந்த சர்வேஸ் ஆக்டோட ஆர்பிட்ரேஷன் ஆக்ட்னு ஒண்ணு இருக்கு. இன்னொன்னு அது ரொம்ப டேஞ்சரான ஆக்ட். அதுவும் ஆர்பிட்ரேஷன் என்ன தெரியுமா, ஒரு வக்கீல் நோட்டீஸ் கொடுப்பாரு, நீ கடன் வாங்கிருக்கியா அந்த கடனை கட்டு அப்படின்னு கொடுப்பாரு. வாம்பாரு, நீ கடன் திருவனந்தபுரத்துல வாங்கிட்டீங்கன்னா உன்னை எங்க தெரியுமா வர சொல்லுவாரு, பாம்பேக்கு வர சொல்லுவாரு, இல்லாட்டி கல்கத்தா வர சொல்லுவாரு, இல்லாட்டி டெல்லி வர சொல்லுவாரு, இல்லாட்டி மெட்ராஸ் வர சொல்லுவாரு. நீ எங்க போகலன்னா அன்னைக்கே திருப்பி சொல்லிடுவாரு. இதான் ஆர்பிட்ரேஷன். அடுத்தது இது சர்ஃபேஸ் மாதிரி அதுவும் ஒரு டேஞ்சரஸ் ஆக்ட். இந்த 2 ஆக்டையும் நாங்க தூக்கி எறியணும்னு சொல்லதான் எங்களுடைய கோரிக்கை. ஏன்னா விவசாயம் நிறைய இதுதான் பாதிக்கப்படுறோம். தமிழ்ல பேசுறேன், இங்கிலீஷ்லயும் பேசுறேன். As per our constitution, we have liberty. Even in murder case also, the court must examine the accused. Without examining the accused, no judgment will be pronounced. This is the fact. This is the principle of the constitutional law. Constitutional law is to give opportunity to the other side also. But as per the Surface Act, the Arbitration Act, they are not giving any opportunity for anybody borrowed from anywhere. So, we are suffering. They are treated as slaves. So, tomorrow also, we will conduct an agitation for the Madras Reserve Bank of India regarding the removal of the Surface Act, the Arbitration Act. On 24th, this month, we will go to the Delhi and we will also agitating regarding this. Remove the Surface Act and Arbitration Act. It's a very dangerous act. It must be removed and we will fight for that, and we will be with the Advocate Manual and the President of this association. Our advocate is very helpful for us. 3 months back also he told me, start the agitation regarding the Arbitration Act and Surface Act 3 months back. Last month, the Biju and the Advocate Manual contact me, come to the Trivandrum, we will start here. So, we will succeed.
definitely Surface Act and Arbitration Act must be removed. Regarding this, our Supreme Court and High Court advocate, thank you for all. எல்லாத்துக்கும் நன்றி நன்றி நன்றி. അയ്യക്കണ്ണ് പ്രശ്നം നടത്തിയിരിക്കുന്നു. അതിൽ മനസ്സിലാവാത്ത ഒരു കാര്യം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. തമിഴിലാണ് സംസാരിച്ചെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ലളിതമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗം ഈ നിയമം, അതോടൊപ്പം തന്നെ ആർബിട്രേഷൻ കൺസിലിയേഷൻ ആക്ട് എന്ന് പറഞ്ഞ മറ്റൊരു നിയമം കൂടിയുണ്ട്. ആ 3 നിയമങ്ങളും വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യ രാജ്യത്തിൽ നിന്നും അത് തുടച്ചു നീക്കുവാൻ അവർ നടത്തുന്ന സമരം ഭാഗം അതിന് നമ്മളും കൂടി അവരോട് സഹകരിക്കണം എന്നുള്ള വിധത്തിലേക്ക് ആണ് അദ്ദേഹം വളരെ പ്രതീക്ഷയാണ്. അതെ, നാളെ ചെന്നൈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ കർഷകർ സമരം നടത്തുന്നു. തുടർന്ന് 24-ാം തീയതി ഡൽഹിയിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നു. അത് സാധാരണ സമരമായിരിക്കും. നമുക്കറിയാം, കർഷക സമരം എന്ന് പറയുന്നത് 1000-ങ്ങൾ 10,000-ങ്ങൾ പങ്കെടുക്കുന്ന സമരമായി. കർഷകർ മാത്രം ശ്രമിക്കുന്നതല്ല, അവര് മുഖ്യമായിട്ടും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 1000-കണക്കിന് 10,000-കണക്കിന് കർഷകർ ശ്രമിക്കുന്ന സമരമാണ്. അതിനതിൻ്റെതായിട്ടുള്ള അതിന്റെ മാനങ്ങൾ ഉണ്ടാകുന്നു. അടുത്തതായി നമ്മുടെ സമരത്തിന് എപ്പോഴും നമ്മളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CDSന്റെ പ്രൊഫസർ കെ ദേവിക, അവർക്ക് നേരിട്ട് ഇവിടെ എത്താൻ സാധിച്ചില്ല, സുഖമില്ലാത്തതുകൊണ്ട് അവർ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ആ മെസ്സേജ് വായിക്കും. കേരളത്തിലെ ദരിദ്ര ജനങ്ങളിൽ ആകെ വീഴുന്ന പണത്തിനെതിരെ രാഷ്ട്രീയമായ ഒരു നിലപാട് എന്റെ അഭിനന്ദനങ്ങൾ. ഇത്തരമൊരു സമരം വിഭാവനം ചെയ്ത രാഷ്ട്രീയ ബോധത്തെ ഞാൻ നമസ്കരിക്കുന്നു. കാരണം 1990-കളുടെ അവസാനം മുതൽ കേരളം സ്വീകരിച്ചു വരുന്ന ഒരു പ്രത്യേക ജനക്ഷേമ നിലപാട് നമ്മെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നതിനെ തിരിച്ചറിയാൻ ആവശ്യമായ രാഷ്ട്രീയ ഉണ്ടാക്കിയെടുക്കുന്നത് ആണ് നമുക്ക് ജനക്ഷേമത്തിലേക്കുള്ള വാതിൽ തുറന്നു തരുന്നത് എന്ന ആ ധാരണ അബലിപുരൽ ചിന്താഗതിയിൽ നിന്ന് ഉണ്ടാകുന്നത് തന്നെയാണ്. ചെറിയ കടങ്ങൾ എപ്പോഴും മനുഷ്യർക്ക് ആവശ്യമായിട്ടുണ്ട്. അത്യാവശ്യങ്ങൾക്കും ചില്ലറ സുഖ സൗകര്യങ്ങൾക്കും മറ്റും കടമെടുക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ശരീരത്തിന് ആവതുള്ള അധ്വാന ശേഷിക്ക് അപ്പുറവും പലിശയായി തന്നെ ആവശ്യപ്പെടുന്ന കടം വലിയ ആപത്ത് തന്നെയാണ്. കേരളത്തിലെ അതിദരിദ്രരായ മനുഷ്യരെ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അത്യാപത്ത് തന്നെയാണത്. കടം ഉണ്ടാക്കുന്ന ഫലങ്ങൾ സാമ്പത്തികം മാത്രമല്ല എന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഒന്നും തിരിയാത്ത ഒരു കാര്യമാണ്. ഈ കടത്തിന്റെ ഭാഷ നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ തോണ്ടിയെടുക്കുന്നതാണ്. കടത്തിന്റെ ഭാഷ, ബാധ്യതയുടെ ഭാഷ, കടപ്പാടിന്റെ ഭാഷ, ഇതൊക്കെ തന്നെയും വർഗവ്യത്യാസങ്ങളെയും ജാതി വ്യത്യാസങ്ങളെയും ലിംഗപരമായ അസമത്വങ്ങളെയും എല്ലാം ഒരു വശത്തേക്ക് തള്ളി നീക്കി അദൃശ്യമാക്കി മനുഷ്യ ശരീരത്തെ അടിമപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ കടം ഒരു രാഷ്ട്രീയ വിഷയമാണെന്ന് ഞാൻ വളരെ കാലം കൊണ്ട് പറയാൻ
ശ്രമിക്കുന്നുണ്ട്. കടത്തിന്റെ രാഷ്ട്രീയം കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ഏറ്റെടുക്കണം, സമരം ചെയ്യണം എന്നും ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സമീപകാല ഗവേഷണങ്ങൾ കാണിക്കുന്നത് പ്രശ്നം അതീവ ഗുരുതരമാണെന്നാണ്. കുടുംബശ്രീയെ കുറിച്ചാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറ്. കടത്തെക്കുറിച്ച് പറയുമ്പോൾ കുടുംബശ്രീയിലെ കടത്തിന് സർക്കാർ ഒരു ഗ്യാരണ്ടി നിൽക്കുന്നത് കൊണ്ട് അത് അതീവ രൂക്ഷമാവില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് സത്യമായിരിക്കാം. പക്ഷേ നമ്മുടെ അതിദരിദ്രം കുടുംബശ്രീയിൽ പലപ്പോഴും ഇല്ല എന്നതാണ് സത്യം. ഉള്ളവർ തന്നെയും സ്വകാര്യ ഫൈനാൻസ് കമ്പനികളുടെ അടുത്ത സമ്മർദ്ദത്തിൽ അകപ്പെട്ടു പോകാറുണ്ട്. കുടുംബശ്രീ ഉണ്ടാക്കുന്ന അയൽക്കൂട്ട സൗഹൃദങ്ങളെ പോലും തകർത്ത് കളയുന്ന വിധത്തിൽ രൂക്ഷമായ രീതിയിൽ ഈ പ്രൈവറ്റ് ഫൈനാൻഷ്യൽസ് കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിദരിദ്രന്റെ തുച്ഛമായ സമ്പാദ്യത്തെയും സ്വത്തുക്കളെയും പിടിച്ചെടുക്കാൻ യാതൊരു മടിയുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മൂലധന ശക്തി തന്നെയാണ് ഈ പ്രൈവറ്റ് ഫൈനാൻസ് എന്ന് പറയുന്നത്. അതിനെതിരെ അതിശക്തമായ നിലപാട് നമ്മുടെ രാഷ്ട്രീയക്കാർ കൈക്കൊണ്ടിരിക്കും. അവർ ജനപക്ഷത്തല്ല എന്ന് പറയേണ്ടി വരുന്നു. ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. പ്രൊഫസർ ജെ ദേവിക്ക് നന്ദി പറയും. പ്രൊഫസർ ജെ ദേവിക ഒരു ടാസ്ക് കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. അവർ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫസർ ആണ്, അറിയാം. അവർ കേരളത്തിലെ ഇതേപോലെ ജപ്തിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ദരിദ്ര ജനവിഭാഗങ്ങളെ പറ്റി ഒരു സർവേ, ഒരു പഠനം നടത്താമെന്ന് പറഞ്ഞു. അതിന് നിങ്ങളുടെ ദേവിക കേരളത്തിലെ ഇത്തരം ജപ്തിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കടക്കണി മൂലം അല്ലെങ്കിൽ ബാങ്കിന് കൊടുക്കുന്ന അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൊടുക്കുന്ന ബാങ്ക് മറ്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന പണം അത് കെണിയായിട്ട് രൂപാന്തരപ്പെടുകയും ആ കെണിയിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് പേരെ പറ്റി